ഇരിക്കൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ മാസം 23-ന് കിടത്തി ചികിത്സ പുനരാരംഭിക്കും. മലയോര മേഖലയിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരിക്കൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ 2 വർഷത്തോളമായി നിർത്തിവച്ചിരുന്ന കിടത്തി ചികിത്സ അടിയന്തരമായി പുനഃസ്ഥാപിക്കാൻ മെഡിക്കൽ അധികാരികൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 23-ന് കിടത്തി ചികിത്സ പുനരാരംഭിക്കും. നിലവിൽ കിടത്തി ചികിത്സ തുടങ്ങുമ്പോൾ രാത്രികാലങ്ങളിലേക്ക് കുറവുള്ള ഡോക്ടർമാരെയും ഫാർമസിസ്റ്റുകളെയും മറ്റും ജീവനക്കാരെയും അടിയന്തരമായി നിയമിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറും നാഷണൽ ഹെൽത്ത് മിഷൻ അധികാരികളും ഉറപ്പു നൽകി. നിലവിലുള്ള പുതിയ കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ 16 കിടക്ക അടക്കമുള്ള സൗകര്യങ്ങളാണ് ആശുപത്രി അധികൃതർ ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ CHC 10 വർഷം മുമ്പ് താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയെങ്കിലും ഇപ്പോഴും രേഖകളിൽ CHC തന്നെയായതിനാൽ ആശുപത്രി രേഖകളിലും ബോർഡിലും ട്രഷറിയിലും തിരുവനന്തപുരം AGയിലും പഴയ പേര് തന്നെ എന്ന പോരായ്മ ഉടൻ പരിഹരിച്ച് താലൂക്ക് ആശുപത്രി പദവി ഉയർത്തി ഉത്തരവ് വരാനും നടപടി ഉടൻ ഉണ്ടാകുമെന്നും മെഡിക്കൽ യോഗത്തിൽ ഉറപ്പ് നൽകി. അടിയന്തരമായി ഇരിക്കൂറിൽ IP തുടങ്ങണമെന്ന തീരുമാനപ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് അധ്യക്ഷനായി. സജീവ് ജോസഫ് MLA, ബ്ലോക്ക് ഉപാധ്യക്ഷ OS ലിസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP രേഷ്മ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP ഫാത്തിമ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയൂഷ്, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വിൻ, M ബാബുരാജ്, മടവൂർ അബ്ദുൽ ഖാദർ, CK മുഹമ്മദ്, KR അബ്ദുൽ ഖാദർ, C രാജീവൻ, ഡോക്ടർ അരുൺ, MB പ്രസന്ന, K അസൈന എന്നിവർ സംസാരിച്ചു.